ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു നാടൻ ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ വീഡിയോക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 8-9 ഞണ്ട് കാണും. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ ഒരു 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 ഇഞ്ചിയുടെ പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് അമ്മിയിലാണ് ചതക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ചതയാൻ വേണ്ടി ഇഞ്ചി ചെറിയ ചെറിയ പീസസ് ആക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് 2 ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിൽ ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചതച്ചെടുക്കേണ്ടത്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ ചതച്ചെടുക്കാം കേട്ടോ. പക്ഷെ മിക്സിയിൽ ചതച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അമ്മയെ ചതച്ചെടുത്തത്. ഇനി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊരു നാടൻ റോസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തത്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ മൂപ്പിക്കണ്ട. ഇനി 2 സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സവാള പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1/4 ടീസ്പൂൺ ഗരം മസാല. നമ്മൾ നേരത്തെ വഴറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഞണ്ടിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. മസാലയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ എല്ലാം ചെറിയ തീയിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുത്തത്. അടിയിൽ പിടിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. തക്കാളി വഴറ്റി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഫൈനലി ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ മസാല ഒക്കെ ഞണ്ടിൽ നല്ലപോലെ പിടിക്കണം. ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയിൽ നിന്നും ഞണ്ടിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാനിത് മൂടി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ 20 മിനിറ്റായി. നമ്മൾ ഞണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഫുള്ളായിട്ട് വേവിച്ചെടുത്തത്. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. അടിയിൽ പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.